ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പവി കെയർ ടേക്കറിൻ്റെ 15-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം. ഇന്ന് തിയേറ്ററുകളുടെ കൗണ്ട് കൂട്ടിയിട്ടുണ്ട്. ഇന്ന് 15-ാം ദിവസം സിനിമയുടെ കളക്ഷൻ വരുന്നത് 225ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 7000-ന് മുകളിലുള്ള ആളുകൾ കണ്ടപ്പോൾ 13.78% അതിൻ്റെ ഒക്യുപ്പൻസി വന്നിരുന്നത്. ഇന്നലെ 13.53 ആയിരുന്നു ഒക്യുപ്പൻസി വന്നിരുന്നെങ്കിൽ ഇന്ന് നേരിയ വർധനവുണ്ട്. 10,55,000 രൂപയാണ് ഇന്ന് ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. കളക്ഷൻ ഇതുവരെയുള്ള കളക്ഷനിൽ നേരിയ ഇടിവ് പറയുന്നുണ്ട്. ഏകദേശം 20% ഇടിവ് പറയുന്നുണ്ടെങ്കിലും നൈറ്റ് ഷോസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഇന്നലത്തേന് മുകളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് അത് കാത്തിരിക്കാം. ദിലീപിന് വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആവേശം എന്ന സിനിമ തിയേറ്റർ വിട്ടപ്പോൾ കൂടുതൽ തിയേറ്റർ ലഭ്യമാകുന്നു. ഒപ്പം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് 6 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വരുന്നു. 8 കോടിക്ക് ബഡ്ജറ്റുള്ള ഈ ഒരു സിനിമ 8 കോടിക്ക് മുകളിലേക്ക് കേരള കളക്ഷൻ വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമ ഒരു ബമ്പർ ഹിറ്റോ സൂപ്പർ ഹിറ്റോ അടിക്കുമെന്നുള്ള അവകാശവാദങ്ങളിലേലും ബിസിനസ് വഴി ഈ സിനിമ വിജയം എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി തിയേറ്ററിലേക്ക് വരുമ്പോൾ നഷ്ടമില്ലാതെ സിനിമ എത്തുമോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്തായാലും കേരള തിയേറ്ററിൽ നിന്ന് 8 കോടിക്ക് മുകളിൽ കയറാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. എന്താണേലും ഈ ദിവസവും സ്റ്റഡി കളക്ഷനായിട്ട് തന്നെ പോകുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ സിനിമ സ്ഥിരമായി ഓടുന്നു. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിനങ്ങളിലെല്ലാം 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നു. അതായത് ഈ 5 ദിവസങ്ങളിൽ നിന്ന് മാത്രമായി സിനിമ 1 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ നേടി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആദ്യം പരാജയമാകും അല്ലെങ്കിൽ വമ്പൻ പരാജയത്തിൽ പടുകുഴിയിലേക്ക് വീഴുമെന്ന് പ്രതീക്ഷിച്ച ഈ ഒരു സിനിമ അങ്ങനെ എത്തിയില്ല എന്നുള്ളതാണ്. ഒപ്പം ഇറങ്ങിയ സിനിമകൾ വമ്പൻ രീതിയിൽ പ്രതീക്ഷിച്ചുവെങ്കിൽ അവയൊന്നും ഇതിനൊപ്പം എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാത്തിരിക്കാം. കൂടുതൽ വിശേഷങ്ങളുമായി നമ്മുടെ വീഡിയോ സെഷനുമായി സപ്പോർട്ട് ചെയ്ത് തരിക ഗ്രേറ്റ് മീഡിയാസ്. ഒരു കാര്യം കൂടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.